നിനക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആണോ വന്നേ? പാരലൈസ്ഡ് ആയിരുന്നോ? എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് തിരിഞ്ഞു കിടക്കാനോ ഒരു ഹെൽപ്പ് ചെയ്യാനോ ഒന്നും, അതായത് ഒരാൾ പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്നാണ്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ മറിയ. അപ്പോൾ ഇന്ന് വീണ്ടും എൻ്റെ ആക്സിഡൻറ്റ് സ്റ്റോറി ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല ഗൈസ്, എല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഇനി നടക്കോ? മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. എന്നാലും വീണ്ടും ചോദിക്കും, ഇനി നിനക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ നിനക്കിനി നിനക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആണോ വന്നേ? പാരലൈസ്ഡ് ആയിരുന്നോ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളുടെ അടുത്ത് എൻ്റെ ആക്സിഡൻറ്റ് സ്റ്റോറി നന്നായിട്ട് അങ്ങോട്ട് പറയാമെന്ന്. എന്താ പറ്റിയത്? എനിക്കിനി നടക്കാൻ പറ്റുമോ? ഞാൻ നടക്കുന്നത് ഇനി ശരിയാക്കാൻ പറ്റുമോ? എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ, എൻ്റെ മാനസികാവസ്ഥ, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? എത്ര സർജറി കഴിഞ്ഞു? അല്ലെങ്കിൽ എത്ര ഇനി സർജറി ബാക്കിയുണ്ട്? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്, ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രവാസ ജീവിതം നല്ല രീതിയിൽ ആഘോഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിൽ നിന്നപ്പോൾ അക്കരെയാണ് പച്ച എന്ന് തോന്നി, അങ്ങോട്ട് ചാടിക്കടന്നതാണ്. അവിടെ വന്നാൽ എല്ലാം ശരിയാവും, അങ്ങനെ ഒരു അക്കരപ്പച്ച സിൻഡ്രോമിലായിരുന്നു ഞാൻ. അങ്ങനത്തെ കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ച് ദുബായിലെത്തി ഒരു കൊല്ലമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്ട്രെസ്സൊക്കെ അടിച്ചടിച്ച് പ്രാന്തായി. ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇക്കരെയാണ് പച്ച, ആ ഒരവസ്ഥയെ. അങ്ങനെ അക്കരപ്പച്ച സിൻഡ്രോമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ, സ്ട്രെസ്ഫുള്ളും പ്രവാസ ജീവിതവും, പിന്നെ വീട്ടിൽ നിന്നുള്ള സ്ട്രെസ്സ്, കല്യാണം കഴിക്കാത്തതിൻ്റെ സ്ട്രെസ്സ്, നാട്ടുകാരുടെ ചോദ്യം, അങ്ങനെ പല ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ആനുവൽ ലീവ് വന്നെത്തിയത്. അങ്ങനെ ആനുവൽ ലീവ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നാൽ ഈ പ്രാവശ്യം പണിയെടുത്തതല്ലേ, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയതല്ലേ, എവിടെയെങ്കിലും പോയി ഒന്ന് സമാധാനമായിട്ടിരിക്കാം, കുറച്ച് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ആഗ്രഹിച്ച് ഞാനങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള ട്രിപ്പ്. ഞാൻ ചൂസ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ലേ ലഡാക്കാണ്. സത്യത്തിൽ ലേ ലഡാക്ക് എന്താന്ന് പോലും, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എനിക്ക് അവിടെ പോകണം എന്ന് ആഗ്രഹമുണ്ട്, ബൈക്ക് റൈഡ് ചെയ്യണം എന്നുണ്ട്, അതിനുവേണ്ടി ലൈസൻസ് എടുത്തു വെച്ചിട്ടുമുണ്ട്. ആ ഒരു ആഗ്രഹങ്ങളും ഉണ്ട്. അതിലുപരി എനിക്ക് ഹിന്ദി ഭാഷ അറിയില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം ഞാൻ ആക്ച്വലി ഒരു പാക്കേജ് ബുക്ക് ചെയ്തു, എല്ലാതും ഇൻക്ലൂഡ് ചെയ്തത്. അതായത് എൻ്റെ താമസം, എൻ്റെ ഭക്ഷണം, പിന്നെ എൻ്റെ ബൈക്ക്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക്ക്, അതിൻ്റെ ഈ ജാക്കറ്റ്, ഗ്ലൗസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എ ടു സെഡ് കാര്യങ്ങളടക്കം ഒരു പാക്കേജ് ഞാനൊരു ഏജൻസി വിളിച്ച് ബുക്ക് ചെയ്തു. അങ്ങനെ ദുബായിൽ നിന്ന് നേരെ ലേ ലഡാക്ക് എത്തി. ലേ ലഡാക്ക് നല്ല ആഘോഷമായിട്ട് ഞാൻ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി. ഓൾമോസ്റ്റ് ഒരു ദിവസം 150 കിലോമീറ്റേഴ്സ് വെച്ച് ബൈക്കൊക്കെ ഓടിച്ച് നല്ല രീതിയിൽ ആഘോഷിച്ച് ചൈന ബോർഡർ, പാകിസ്ഥാൻ ബോർഡർ, പിന്നെ കുറേ എയർഫോഴ്സിൻ്റെ ക്യാമ്പ്, പിന്നെ ലേയിൽ ഒരുവിധം സ്ഥലങ്ങളൊക്കെ കറങ്ങി നടന്ന് ലാസ്റ്റ് പാങ്കോങ്ങിലാണ്, അതായത് ചൈന ബോർഡർ. അവിടുന്ന് തിരിച്ച് നേരെ എയർപോർട്ടിലേക്കാണ്. ആ വരുന്ന സ്ഥലത്ത് ചെങ്ല പാസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു 17,000 അടി സീ ലെവലിൽ നിന്ന് മുകളിലുള്ളൊരു സ്ഥലം. അവിടെ നിന്ന് നേരെ ഇറങ്ങുന്ന ടൈമിൽ എനിക്ക് ഈ സാച്ചുറേഷൻ കുറഞ്ഞു പോയിട്ട് നെഞ്ചൊക്കെ ഇങ്ങനെ വേദന എടുക്കുന്നുണ്ട്, ശ്വാസം കിട്ടുന്നില്ല, കുറച്ചിങ്ങനെ ഓൾറെഡി ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ കൂട്ടത്തിലൊരു മലയാളി ചേട്ടനുണ്ടായിരുന്നു. ആകെ ഒരു ആശ്വാസം ആ ചേട്ടനായിരുന്നു. എന്തെങ്കിലും ആരോടെങ്കിലൊക്കെ ചോദിക്കണം, ഹിന്ദി പറയണമെങ്കിലൊക്കെ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യും. ചെങ്ല പാസ് എന്ന് പറഞ്ഞ പോയിന്റിൽ ആ മലയാളി ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് വണ്ടി എടുക്കുമോ, എനിക്ക് പറ്റണില്ല വണ്ടി എടുക്കാനായിട്ട്, ഇനി ഹെയർ പിൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിലേക്ക് എത്തി നമുക്ക് പോവാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ആ ശരി മോളെ എടുക്കാലോ എന്ന് പറഞ്ഞ് ചേട്ടൻ വണ്ടി എടുത്ത് അങ്ങനെ നല്ല രീതിയിൽ, അതായത് ഹെയർ പിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയാൽ തല കറങ്ങും, ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു. ഒരു കർവ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടന് ബ്രേക്ക് കിട്ടിയില്ല, നേരെ ചെന്ന് ഡിവൈഡറിൽ തട്ടി. ഞാൻ ബാക്കിലിരിക്കുകയായിരുന്നു, ഞാൻ തെറിച്ച് 300 മീറ്റർ താഴേക്ക് പോയി. അതും ഉരുണ്ടാണ് പോകുന്നത്. ഉരുണ്ട് പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇത്രയും നേരമായിട്ടും എന്താ കഴിയാത്തതെന്ന്, പിടിച്ചിട്ട് എവിടെയും പിടിക്കാനും പറ്റുന്നില്ലല്ലോ എന്നുള്ളത് അങ്ങനെ വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. തമാശയല്ല, ഉള്ള സംഭവമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉരുണ്ട് താഴേക്ക് എത്തുമ്പോൾ ഏറ്റവും താഴെയുള്ള റോഡിലേക്കാണ് എത്തിയത്. ഏറ്റവും താഴെയുള്ളൊരു വില്ലേജ് പോലെ കുറച്ച് നാട്ടുകാർ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്കാണ് ഞാൻ ഉരുണ്ട് ചെല്ലുന്നത്. ഈ ശയന പ്രദർശനം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ, പക്ഷേ വളരെ വൃത്തിയിൽ ഞാൻ ചെയ്തു. അവിടുന്ന് തെറിച്ച് വീണതും അങ്ങനെ താഴെ എത്തി, നേരെ താഴെ എത്തി.
ഞാൻ എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റുമൊന്നുമില്ല. നോക്കുമ്പോൾ എൻ്റെ 2 കാലിലും ഒരു കാല് അനക്കാൻ പറ്റുന്നില്ല, മറ്റേ കാലില് ആങ്കിള് വിട്ട് കിടക്കുക. ഞാൻ ഇട്ടിരിക്കുന്ന ബൂട്ടിന്റെ ഒരു ഇതിൽ അത് പിടിച്ച് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ കാല് ജസ്റ്റ് പോണ്ടതാണ്, എവിടെയോ തെറിച്ച് പോണ്ടതാണ്. ആ ലെവലിൽ കണക്ഷൻ വിട്ട് കിടക്കുന്നുണ്ട് 2 എല്ലുകളുടെ. അങ്ങനെ അവിടുന്ന് പിന്നെ അവിടെ ഉള്ളവരൊക്കെ ചേർന്ന് എടുത്ത് എന്നെ നേരെ ആർമിയുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നെ ലേന്ന് എത്തിച്ചു. കഴിഞ്ഞപ്പോഴാണ് എനിക്ക് 2 കാലിലും നല്ല ഫ്രാക്ചർ ഉണ്ടെന്ന് അറിയുന്നത്. നല്ല വലിയ ഇഞ്ചുറിയാണ്. ഞാൻ പിന്നെ ഡൽഹിയിലേക്ക് എത്തി. ഡൽഹിയിലൊക്കെ എയർലിഫ്റ്റ് ചെയ്യായിരുന്നു. എയർഫോഴ്സ് തന്നെ എയർലിഫ്റ്റ് ചെയ്ത് പിന്നെ ഡൽഹിയിലെത്തി. അവിടുന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവിടുത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫ്ലോപ്പായി സത്യത്തിൽ. കുറച്ച് സർജിക്കൽ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നാട്ടിൽ വന്നു. പിന്നെ ആദ്യമേ വീണ്ടും സർജറി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു 8 സർജറി കഴിഞ്ഞ് ഞാൻ പതുക്കെ നടക്കുന്നുണ്ട്. ഇനിയും 2-3 സർജറികൾ, ശരിക്കും പ്രോപ്പറായിട്ട് 2 സർജറി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി എത്ര വേണമെന്ന് ദൈവത്തിനറിയാം. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ബെറ്ററാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല എനിക്ക് നടക്കാൻ പറ്റും, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഇയർ മുമ്പ് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് തിരിഞ്ഞു കിടക്കാനോ ഒരു ഹെൽപ്പ് ചെയ്യാനോ ഒന്നും, അതായത് ഒരാൾ പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടം വരെ എത്തി. ഞാനിപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നതും ഇൻസ്റ്റയിൽ വീഡിയോസ് ചെയ്യുന്നതും ആ ഒരു ലെവലിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. എൻ്റെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ട്രോമയെ കൂടെ ഒറ്റയ്ക്ക് കടന്നു വന്ന് വരുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിലൊക്കെ ആദ്യമായിട്ട് കയറി ഈ ആക്സിഡൻറ്റിന് ശേഷം ഒരു 7 മാസമൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ റിഹാബിന് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറുമ്പോൾ ഒരു ചെറിയൊരു കുഴി പോലും കാണുമ്പോൾ പോലും എനിക്ക് പേടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തെറാപ്പിയൊക്കെ എടുത്ത് ഇപ്പം കംപ്ലീറ്റ്ലി ഒരുവിധം ഹീലായി നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഓക്കെയാണ്. എനിക്ക് നടക്കാൻ പറ്റും. എൻ്റെ ബാക്കി എല്ലുകൾക്കോ, അതായത് എൻ്റെ മുട്ടിൻ്റെ ചിരട്ടയ്ക്ക് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. അതെന്നെ ദൈവം ഒരുപാട് എന്നെ കാത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വെയിറ്റ് പോകുന്ന ആങ്കിളിൻ്റെയും മുട്ടിൻ്റെയും നടുക്കുള്ള എല്ലാണ് ബ്രേക്കായത്. പക്ഷെ അത് ബ്രേക്കായപ്പോൾ 10-15 പീസായിട്ട് ബ്രേക്കായി. ഒരു കാലിൻ്റെ ഒരു ചെറിയ 1.25 ഇഞ്ച് പീസ് തെറിച്ച് പോയി ബോൺ. അങ്ങനെയൊക്കെയാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനിയുള്ളതെല്ലാം ഇപ്പോൾ ഫ്രാക്ചറൊക്കെ ഹീലായി. ഇനിയുള്ളതെല്ലാം കറക്ഷൻ സർജറികളാണ്. മുട്ടിൻ്റെ വളവ്, കാലിൻ്റെ നീളം, അങ്ങനെയുള്ള, പിന്നെ ഇട്ടിരിക്കുന്ന നെയിൽ റിമൂവ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനിയുള്ളൂ. ഇതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റായികയൊന്നുമില്ല. മേ ബി 1 ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഒരു കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയി കഴിയുമ്പോൾ, ഏകദേശം ഒരു 95% റിക്കവർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ഫിസിയോയിലേക്ക്, ആ ഒരു പ്രൊഫഷനിലേക്ക് തിരിച്ചു പോവാം. ഇപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നടക്കാം എന്നല്ലാതെ. ഇപ്പോൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പർ ബോഡിയും പിന്നെ ചില പെർട്ടിക്കുലർ മസിൽസൊക്കെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇനി ഞാൻ കൂടുതൽ ഇപ്പോൾ വീണ്ടും നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഓൾറെഡി എൻ്റെ ലിഗമെൻറ്റ്സ് ഒക്കെ പൊട്ടിക്കിടക്കുക എന്നാണ് എൻ്റെ ജൂനിയർ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആൾ പറഞ്ഞത് അങ്ങോട്ട് കറക്റ്റ് ആവും ഞാൻ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ. പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാർ അവർക്കും ആക്സിഡൻറ്റ് പറ്റിയവരാണ്. ഈ ഒരു ആക്സിഡൻറ്റ് പറ്റി നമ്മളിങ്ങനെ വീണുപോയി എന്നോർത്തിട്ട് നമ്മളൊരിക്കലും വിഷമിക്കരുത്. നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നേ പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും ലോ ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ മനസ്സ് വിചാരിച്ചാലാണ് നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ. നമ്മുടെ മൈൻഡ് ഇപ്പോൾ അയ്യോ ഇങ്ങനെയാണ് അങ്ങനെയാണ് നമുക്ക് പറ്റില്ല അങ്ങനെയൊക്കെയാണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു ഹീലിങ്ങും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ മൈൻഡും കൂടി വിചാരിക്കണം. നമ്മുടെ മൈൻഡ് വിചാരിക്കുകയാണ് ഓക്കെ ഞാൻ ഇതിൽ നിന്ന് കടന്നു വരും, എത്രയൊക്കെ പോയിന്റിലാണെങ്കിലും എത്ര ലോവസ്റ്റ് മൊമെൻറ്റിലാണെങ്കിലും ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരവും അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് തരുന്നത്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ ചില പേഷ്യൻറ്റുകൾ, പ്രത്യേകിച്ച് സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നവർക്കൊക്കെ അവരുടെ സിറ്റുവേഷൻ അറിയാവുന്നതാണ്. പക്ഷെ എങ്ങനെയെങ്കിലും നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഒരുവിധം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മുടെ അടുത്ത് സംസാരിക്കും, നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനൊക്കെ ഉണ്ടാവും. പക്ഷെ ഡീപ്പായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റയ്ക്കാന്ന്
ഒറ്റയ്ക്കാണ് പോകുന്നതും തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചേ പറ്റുള്ളൂ. ഞാനിത് ആരെയും കുറ്റപ്പെടുത്തിയോ ആരെയും എടുത്തോ അങ്ങനെയൊന്നും പറയുന്നതല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പാഠമാണ്. നമ്മൾ നമുക്കായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ്, നമ്മൾ ഇതിൽ നിന്ന് കടന്നു വരുന്ന, നമ്മൾ തന്നെ എഫേർട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനിതൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്, എൻ്റെ ഈ ഒരു ആക്സിഡൻറ്റ് സ്റ്റോറീനെ പറ്റി. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഇനി എൻ്റെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക്. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് എൻ്റെ ഈ റിക്കവറി ജേർണി എനിക്ക് പൂർത്തിയാക്കാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്കത് കൂടുതൽ എനിക്ക് സന്തോഷവും ഒരു കോൺഫിഡൻസ് ഒക്കെയാണ് തരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മറ്റുള്ളവർ, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവർ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ ഭയങ്കര അത്യാവശ്യം എക്സ്ട്രോവേർട്ടാണ്, പക്ഷെ എന്നാലും കൂടുതൽ ഇൻട്രോവേർട്ടായിട്ടിരുന്ന ആളാണ്. ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്ന ആളല്ല. പക്ഷെ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടാണ്. അപ്പോൾ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.